ആദ്യകാലത്ത് കഅബയുടെ താക്കോൽ സൂക്ഷിച്ചിരുന്നത് ഉസ്മാൻ ഇബ്നു തൽഹ ആയിരുന്നു. ഒരിക്കൽ പ്രവാചകൻ അത് ചോദിക്കുന്നുണ്ട്, പക്ഷെ അന്ന് അദ്ദേഹം നിരസിച്ചു. ഉസ്മാൻ, ഇതൊരിക്കൽ എൻ്റെ കയ്യിൽ വരും, അന്ന് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. ഉസ്മാൻ പറയുന്നു, ഇല്ല, അതൊരിക്കലും സംഭവിക്കില്ല. അതെങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ നാടിൻ്റെയും ഖുറൈശി വംശത്തിൻ്റെ ഒക്കെ നാശമായിരിക്കും. പ്രവാചകൻ തിരിച്ചു പറയുന്നത്, ഇല്ല, അന്ന് ഈ നാട് ഇതിലേറെ മനോഹരമായിരിക്കും. അങ്ങനെയാണ് വർഷങ്ങൾക്ക് ശേഷം മക്ക ഇസ്ലാമിൻ്റെ കീഴിൽ വരുന്നത്. അന്ന് ആ കഅബയുടെ താക്കോല് പ്രവാചകന്റെ കൈകളിലാണ്. എല്ലാ സ്വഹാബത്തും അങ്ങേയറ്റ വലിയ പദവി ആഗ്രഹിക്കുന്നുണ്ട്. ഇവൻ അലി റളിയല്ലാഹു അൻഹു അത് പരസ്യമായി ചോദിക്കുക പോലും ചെയ്തു. അങ്ങനെയാണ് ആൾക്കൂട്ടത്തിന്റെ ഏറ്റവും പിറകിൽ നിൽക്കുന്ന ഉസ്മാനെ നബി വിളിക്കുന്നത്. ആരെയാണ്? വർഷങ്ങൾക്ക് മുമ്പ് അതൊന്നും തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലും ഇല്ലെന്ന് പറഞ്ഞ് നബിയെ മടക്കി അയച്ച അതേ ഉസ്മാനെ. അദ്ദേഹത്തെ വിളിച്ചിട്ട് പ്രവാചകൻ പറഞ്ഞു, ഉസ്മാൻ, ഇന്നു മുതൽ താങ്കളാണ് ഈ കഅബയുടെ സൂക്ഷിപ്പുകാരൻ. നമ്മളെ